ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ പ്രിപ്പോസിഷൻസ്. നോക്കാം. ഇൻ ഫ്രണ്ട് ഓഫ് അല്ലെ, വളരെ നമ്മൾ ചെറുപ്പം മുതലേ നമുക്ക് അറിയാവുന്ന ഒന്നാണ് എന്ത്, ഇൻ ഫ്രണ്ട് ഓഫ് എന്ന് പറയുന്നത്. എന്താണ് ഇൻ ഫ്രണ്ട് ഓഫ്? എന്താണ് മക്കളെ, ഒന്നും കൂടെ നോക്കിയിട്ട് പറഞ്ഞേ. ഇൻ ഫ്രണ്ട് ഓഫ് എന്താണ്? എന്റെ മുമ്പിൽ. ഓക്കെ, ഇൻ ഫ്രണ്ട് ഓഫ് അല്ലെ, എന്റെ മുമ്പിൽ. ബിഹൈൻഡ്, ബിഹൈൻഡ് അല്ലെ, തൊട്ട് താഴെ നോക്കി എന്താണ് കാണുന്നത്? ബിഹൈൻഡ്. എന്താണ്? ഓപ്പോസിറ്റ് വേർഡ്സ് ആണ് അല്ലെ. നമ്മൾ ചെറുപ്പം മുതൽ ഓപ്പോസിറ്റ് വേർഡ്സ് പഠിക്കുന്നതാണ്. ഇൻ ഫ്രണ്ട് ഓഫ്, ബിഹൈൻഡ് അല്ലെ, ഇൻ ഫ്രണ്ട് ഓഫ്, ബിഹൈൻഡ്. ഓക്കെ, എന്റെ പിന്നിൽ ഇപ്പൊ എന്താ ഉള്ളത് മക്കളൊന്ന് പറഞ്ഞ? ബോർഡ് അല്ലെ. ബിഹൈൻഡ്, എന്റെ പിന്നിൽ എന്താ ഉള്ളത്? ബോർഡ് അല്ലെ. നമ്മള് ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ എഴുതുമ്പോൾ ദർ ഇസ് എ ഫെൻസ് ബിഹൈൻഡ് ദ ഹോം എന്നൊക്കെ പറയാറില്ലേ. ദർ ഇസ് എ ഫെൻസ് ബിഹൈൻഡ് ദ ഹൗസ് അല്ലെ. ഹൗസിന്റെ പിന്നിലായിട്ട് എന്തുണ്ട് മക്കളെ? എന്തുണ്ടാവാറുണ്ട്? ഫെൻസ്. ഫെൻസ് പറഞ്ഞാൽ എന്താണ്? മതില് അല്ലെ. അതുപോലെ ദർ ഇസ് എ ബിഗ് ട്രീ ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹൗസ്. ഒരു വലിയ ട്രീ എവിടെ ഉണ്ടാവാറുണ്ട്? മുമ്പിൽ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ ഇൻ ഫ്രണ്ട് ഓഫും ബിഹൈൻഡും പൊതുവെ നമ്മൾ ചെറിയ LP സെക്ഷൻ മുതലേ ഡിസ്ക്രിപ്ഷൻ പറയുമ്പോൾ നമ്മൾ എഴുതുന്നതാണ് അല്ലെ. എപ്പോഴും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നതാണ് ഈ ഇൻ ഫ്രണ്ട് ഓഫും ബിഹൈൻഡും ഒക്കെ വെച്ചിട്ട് അല്ലെ. ഒരു 2 സെന്റൻസും കിട്ടും കയ്യിൽ അല്ലെ. എങ്ങനെ എഴുതും? There is a big house in front of the house. There is a big tree in front of the house അല്ലെ. ഹൗസിന് മുമ്പിൽ ഒരു ബിഗ് ട്രീ ഉണ്ട് അല്ലെ. നേരെ നമ്മൾ അടുത്ത് എന്ത് ചെയ്തും? There is a small house അല്ലെങ്കിൽ there is a big അല്ലെങ്കിൽ it's a long fence behind the house അല്ലെ. മതില് പിന്നിലുണ്ട്. നമ്മളെപ്പോഴും സ്കോർ ചെയ്യുന്ന സെന്റൻസ് ആണല്ലോ അല്ലെ. മുമ്പിലും പിന്നിലും എന്നൊക്കെ പറയാം. നോക്കാം. ഇൻ ഫ്രണ്ട് ഓഫ് അല്ലെ, എന്താണ്? ഫ്രണ്ടിൽ, മുൻപിൽ എന്ന അർത്ഥത്തിൽ. ഓക്കെ, there is a garden in front of our school. സ്കൂളിന്റെ മുമ്പിൽ എന്താണ് മക്കളെ ഉള്ളത്? മുൻപിൽ എന്താണ് ഉള്ളത്? മുമ്പ് അല്ലെങ്കിൽ മുൻപിൽ എന്നൊക്കെ അർത്ഥം അല്ലെ. മുൻപിൽ എന്നൊരർത്ഥത്തിൽ അല്ലെ. മുൻപിൽ എന്നൊരർത്ഥത്തിൽ എന്താണ്? സ്കൂളിന് മുമ്പിൽ എന്തുണ്ട് മക്കളെ? സ്കൂളിന് മുമ്പിൽ ഗാർഡൻ ഉണ്ട്. എ സ്മോൾ ഷോപ്പ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഹോം. എന്റെ വീടിന് മുമ്പിൽ എന്തുണ്ട്? ഒരു ചെറിയ ഷോപ്പ് ഉണ്ട്. ദർ ഇസ് എ സ്മോൾ ഷോപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഹോം അല്ലെ. There is a big tree in front of my school. സ്കൂളിന്റെ മുമ്പിൽ എന്തുണ്ട്? ഒരു ബിഗ് ട്രീ ഉണ്ട് അല്ലെ. ഇൻ ഫ്രണ്ട് ഓഫിന് അധികം മീനിങ് വേറെ ഒന്നുമില്ല. മീനിങ് ഇതേ ഉള്ളൂ, മുമ്പിൽ എന്ന് പറയുന്നത് അല്ലെ. കറക്റ്റ് ആണ്. ഞാൻ പറയുന്ന പോലെ ഒരൊറ്റ മീനിങ്, ഒരൊറ്റ എക്സാമ്പിൾ മാത്രം മതി ഇൻ ഫ്രണ്ട് ഓഫ്. ഓക്കെ, ദെൻ ബിഹൈൻഡ്, ബിഹൈൻഡ് പിന്നിൽ. ഓക്കെ, the boys are sitting behind the girls. ഗേൾസിന്റെ പിന്നിൽ ഇങ്ങനെ ഇരിക്കാണ്. ഇങ്ങനെ പിന്നിൽ ഇങ്ങനെ ഒരു ഒളിഞ്ഞിങ്ങനെ ഇരിക്കുന്നതിനാട്ടോ നമ്മൾ ബിഹൈൻഡ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. നമ്മളിങ്ങനെ പിന്നിൽ ഇങ്ങനെ ഇരിക്കില്ലേ, അതിനാണ് നമ്മൾ ബിഹൈൻഡ് എന്ന് പറയാം കേട്ടോ. അല്ലാതെ ബാക്കിൽ എന്നൊരു മീനിങ് അല്ല കേട്ടോ ബിഹൈൻഡിനുള്ളത്. There is a fence behind the house. ഹൗസിന്റെ പിന്നിലായിട്ട് എന്തുണ്ട്? ഒരു ഫെൻസ് ഉണ്ട്. There is a garden behind my school. സ്കൂളിന്റെ പിന്നിൽ എന്തുണ്ട് മക്കളെ? ഒരു ഗാർഡൻ ഉണ്ട് കേട്ടോ. പിന്നിൽ, പിറകിൽ അല്ലെ. പിറകിൽ എന്നർത്ഥം അല്ലെ. നോക്കാം. Then next, along എന്താണ്? എലോങ് അല്ലെ. ഇങ്ങനെ എലോങ് ആയിട്ട് ഇങ്ങനെ നടന്ന് ഇങ്ങനെ റോട്ടിലൂടെ ഒക്കെ നമ്മളിങ്ങനെ പോവാറില്ലേ ചില സമയത്ത്. നമ്മളിങ്ങനെ ബീച്ചിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഇങ്ങനെ എലോങ് ആയിട്ട് പോവാറുണ്ട് അല്ലെ. റോഡിലൂടെ ഒക്കെ എലോങ് ആയിട്ട് പോവാറുണ്ട് മക്കളെ. നോക്കാം മീനിങ് എന്താന്ന്. ടു ഷോ മൊമെന്റ്സ് ഇൻ എ കൺസ്റ്റന്റ് ആയിട്ടുള്ള ഡയറക്ഷൻ. അങ്ങനെ ഇങ്ങനെ പോവാണ് നമ്മൾ അല്ലെ. ഒറ്റയ്ക്ക് ഇങ്ങനെ ഡയറക്ഷൻ ആയിട്ട് ഒരേ ഒരു ഡയറക്ഷനിൽ നമുക്ക് നടന്നു പോകുന്നതിന് നമ്മൾ എന്ത് പറയും മക്കളെ? എലോങ് എന്ന് പറയും. നോക്കാം. ദ ബോയ് ഈസ് വാക്കിംഗ് അലോങ് ദ ബീച്ച്. ബീച്ചിലൂടെ എങ്ങനെ പോവാണ് മക്കളെ? ബോയ് അലോങ് ദ ബീച്ച് അല്ലെ. ബീച്ചിലൂടെ ഇങ്ങനെ തനിച്ചിങ്ങനെ ഒറ്റക്കായിട്ട് ഇങ്ങനെ പോവായിരിക്കും. ആ വ്യക്തി നേരെ പോയിക്കൊണ്ടിരിക്കുക. ദെൻ ദ ഗേൾ ഇസ് റൈഡിങ് സ്കൂട്ടർ അലോങ് ദ റോഡ്. റോഡിലൂടെ എന്ത് ചെയ്യാണ്? ആ വ്യക്തി എന്ത് ചെയ്യാണ്? ഗേൾ എന്ത് ചെയ്യാണ്? സ്കൂട്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഓടിച്ചു പോവാണ്. ദെൻ കട്ട് അലോങ് ദ ഡോട്ടഡ് ലൈൻ. ഡോട്ടഡ് ലൈനിലൂടെ ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ടിട്ടില്ലേ നിങ്ങൾ? ഇങ്ങനെ കുത്തിട്ട് വെച്ചിട്ടുണ്ടാവും ഷാളിലോ അല്ലെങ്കിൽ കടലാസിലൊക്കെ ഇങ്ങനെ കുത്തിട്ടിട്ട് ആ കുത്തുമ്പോ കൂടെ ഇങ്ങനെ ഡോട്ട് കൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് പോകില്ലേ കത്രി കൊണ്ട്. കറക്റ്റ് ആ ഡോട്ടിലൂടെ ഇങ്ങനെ നേരെ കട്ട് ചെയ്തിട്ട് പോകും. ഓക്കെ, അതിനാണ് കട്ട് അലോങ് ദ ഡോട്ടഡ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ he was walking along the road. He was walking along the road. റോഡിലൂടെ അയാൾ എന്ത് ചെയ്യാണ്? ഇങ്ങനെ നടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ
കറക്റ്റ് ഇങ്ങനെ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ദെൻ അപ്പൊ അലോങ്ങിന്റെ ഏകദേശം അർത്ഥം കിട്ടി കാണൂല എക്സാമ്പിളിലൂടെ തന്നെ. ദെൻ അക്രോസ്, എന്താണ് അക്രോസ് അല്ലെ, ക്രോസ് ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നതിന് നമ്മൾ എന്ത് പറയും നോക്കാം. ടു ഷെയർ മൂവ്മെന്റ്സ് ഫ്രം വൺ സൈഡ് ടു അനദർ സൈഡ്, ഒരു സൈഡിൽ നിന്നും മറ്റൊരു സൈഡിലോട്ട് ക്രോസ് ചെയ്ത് പോവാം അല്ലെ. നോക്കാം, എ കാർ ഈസ് ഗോയിങ് അക്രോസ് ദ ബ്രിഡ്ജ്, ബ്രിഡ്ജിനെ എന്ത് ചെയ്യാണ്, ബ്രിഡ്ജിലൂടെ എന്താണ് കാർ എന്ത് ചെയ്യാണ്, പോവാണ് അല്ലെ. then old lady is walking across the road, ക്രോസ് ചെയ്യാണ് എന്ത്, ഓൾഡ് ലേഡി വാക്കിംഗ് അക്രോസ് ദ റോഡ് അല്ലെ. ക്രോസ് റോഡ് ചെയ്തിട്ട് മറ്റേ സൈഡിലോട്ട് ആര് പോവാണ്, ഓൾഡ് ലേഡി പോവാണ് അല്ലെ. ദ ബോയ് ഈസ് സ്വിമ്മിങ് അക്രോസ് ദ റിവർ, ഇവിടെ നിന്നും ഈ സൈഡിൽ നിന്ന് ഇത് അക്കരയിൽ നിന്നും ഇക്കരയിലോട്ട് എന്ത് ചെയ്യാണ്, ആ ബോയ് എന്ത് ചെയ്യാണ്, നീന്തി പോവുകയാണ്. ഓക്കെ, then ചിൽഡ്രൻസ് റൺ അക്രോസ് ദ റോഡ്, റോഡ് മുറിച്ച് കളക്കുന്ന ഒരു കളിയാണ്, കുട്ടികൾക്ക് ഒട്ടും പാടില്ലാത്തതാണ് അല്ലെ. ഡോണ്ട് പ്ലേ ഓൺ ചിൽഡ്രൻസ് ഓൺ ദ റോഡ് എന്നൊക്കെയല്ലേ പറയാറുള്ളത്. ഡോണ്ട് പ്ലേ ചിൽഡ്രൻസ് ഓൺ ദ റോഡ് എന്നല്ലേ. പക്ഷെ ഇവിടെ എന്ത് ചെയ്യാണ്, ചിൽഡ്രൻ റൺ അക്രോസ് റോഡ്, റോഡ് ക്രോസ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, കുട്ടികൾ ഓടി കളിക്കുക കേട്ടോ, കുട്ടികൾ ഓടുകയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അക്രോസിന്റെ മീനിങ് കിട്ടിയല്ലോ അല്ലെ, ക്ലിയർ ആണല്ലോ. അലോങ് അക്രോസ് എന്നൊക്കെ പറയുന്നത്. ദെൻ അറൗണ്ട് അല്ലെ, അറൗണ്ട് നോക്കാം, to show a movement around something, എന്തിനെങ്കിലൊക്കെ റൗണ്ട് ചെയ്തിട്ട് അങ്ങ് കളിക്കുക അല്ലെ. നോക്കാം, the dog is running around its kennel, ഈ പട്ടി എന്താണ് ചെയ്യുന്നത്, ഈ ഡോഗ് എന്താണ് ചെയ്യുന്നത് മക്കളെ, അതിന്റെ കൂടിന് ചുറ്റും ഇങ്ങനെ ഓടി കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ, റൺ ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, റൗണ്ട് ചെയ്തിട്ട് കേട്ടോ, ചുറ്റും. ഓക്കെ, the moon moves around the earth, ഭൂമിക്ക് ചുറ്റും എന്ത് ചെയ്യാണ്, ചന്ദ്രൻ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, the bird is flying around the tree, ആ പക്ഷി എന്താ ചെയ്യുന്നത്, അതിന്റെ മരത്തിന് ചുറ്റോടെ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോ കറക്റ്റ് ആയാലോ, അറൗണ്ട് എന്താണ്, ചുറ്റും ഇങ്ങനെ വട്ടം ചുറ്റിക്കൊണ്ട് കളിക്കുക, പറക്കുക, എന്താ വെച്ചാൽ ചെയ്യാം. ഓക്കെ, നോക്കാം. then ത്രൂ, ലൂടെ, എന്താണ് ത്രൂ പറഞ്ഞാൽ എന്താണ് മക്കളെ, ത്രൂ പറഞ്ഞാൽ എന്താണ്, ലൂടെ എന്നൊരർത്ഥം അല്ലെ, ലൂടെ, അതിലൂടെ അല്ലെ, അതിന്റെ ഉള്ളിലൂടെ എന്നൊക്കെ പറയില്ലേ, ഗുഹയിൽ ഉള്ളിലൂടെ അല്ലെ, പൈപ്പിന്റെ ഉള്ളിലൂടെ എന്നൊക്കെ പറയില്ലേ, ആ ലൂടെ കേട്ടോ, ഉള്ളിലൂടെ എന്നുള്ളൊരു മീനിങ് ആണ്. നോക്കാം, the rat is going through the pipe, റാറ്റ് എന്തിലൂടെയാണ് പോകുന്നത് മക്കളെ, പൈപ്പിന്റെ ഉള്ളിലൂടെയാണ് പോകുന്നത്. എലി ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ആ പൈപ്പിന്റെ ഉള്ളിലൂടെ അപ്പുറത്തോട്ട് പോവാണ് കേട്ടോ. അപ്പൊ ആ ഉള്ളിലൂടെ എന്ന് പറയാനാണ് എന്ത് യൂസ് ചെയ്യുന്നത് മക്കളെ, ത്രൂ യൂസ് ചെയ്യുന്നത് കേട്ടോ. then the thief is entering the house through the window, ഇതൊക്കെ ഈ ഒരു മീനിങ് മാത്രമേ ഉള്ളൂ കേട്ടോ, ഇതിനൊക്കെ ഈ ഒരു പെർഫെക്റ്റ് മീനിങ് മാത്രമേ ഉള്ളൂ, വേറെ യൂസ് ഇല്ല കേട്ടോ. the thief is entering the house through the window, വിൻഡോയുടെ അല്ലെ, ജനലിന്റെ ഉള്ളിലൂടെയാണ് കള്ളൻ അകത്തോട്ട് കയറിയത് കേട്ടോ, ജനലിന്റെ ഉള്ളിലൂടെ കള്ളൻ അകത്തോട്ട് കയറി കേട്ടോ. the train is running through the tunnel, ടണല്ലേ, വലിയ ടണലിന്റെ ഉള്ളിലോട്ടൊക്കെ ട്രെയിൻ അങ്ങ് പോകുമ്പോൾ നമ്മൾ എന്താവും, ഇരുട്ട് തിരിക്കേണ്ടി വരും അല്ലെ, നമ്മളൊരു ഗുഹന്റെ ഉള്ളിലൂടെ ഒക്കെ പോകുന്ന പോലെ നമുക്ക് തോന്നും അല്ലെ. അങ്ങനെയുള്ള വലിയ ടണലിന്റെ ഉള്ളിലൂടെ എന്ത് ചെയ്യാണ്, ട്രെയിൻ അങ്ങോട്ട് പോവാണ് അല്ലെ, പുറത്തോട്ട് അങ്ങോട്ട് പോവാണ്, എന്തിലൂടെ, അതിന്റെ ഉള്ളിലൂടെ. കറക്റ്റ് ആണല്ലോ, ത്രൂവിന്റെ മീനിങ് എന്താണ്, ഉള്ളിലൂടെ എന്ന് പറയുന്ന ഒരു മീനിങ്. ഓക്കെ, then ഓഫ്, അതിൽ നിന്നും അല്ലെ, ഓഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അതിൽ നിന്നും എന്നൊക്കെ ഒരു അർത്ഥത്തിൽ വരും അല്ലെ. ഓക്കെ, അതിൽ നിന്നും താഴോട്ട് എന്നൊക്കെ പറയാൻ നമ്മൾ എവേ ഫ്രം അല്ലെങ്കിൽ ഓഫ് ആണ് യൂസ് ചെയ്യുന്നത്. ഓപ്പോസിറ്റ് ഓഫ് ഓണിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് യൂസ് ചെയ്യും, അത് അവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ എവേ ഫ്രം എന്നുള്ള മീനിങ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇതിന് യൂസ് ചെയ്യാം കേട്ടോ. പക്ഷെ ഇതിന് അധികം ഒരു ഫ്രേസ് ഒക്കെ ഉണ്ടാവാറുണ്ട് സഹായിക്കാൻ. നോക്കാം, ഐ ഫെൽ ഓഫ് ദ ട്രീ, മരത്തിൽ നിന്നും താഴേക്കാണ് അല്ലെ, അതിൽ നിന്നും എവേ ഫ്രം ആണ് കേട്ടോ, അതിൽ നിന്നും താഴോട്ടാണ്. ഐ fell on the tree, മരത്തിൽ നിന്നും എന്ത് ചെയ്യാണ്, താഴേക്ക് വീണു. ഓക്കെ, the chalk fell off the table, എന്താണ്, ടേബിളിൽ നിന്നും താഴേക്ക് എന്ത് ചെയ്യാണ് മക്കളെ, ചോക്ക് താഴേക്ക് വീഴാണ് കേട്ടോ. then he fell off the ladder, അവൻ എന്ത് സംഭവിച്ചു മക്കളെ ഒന്ന് പറഞ്ഞേ, ലാഡറിൽ നിന്നും ഏണിയിൽ നിന്നും എന്ത് ചെയ്യാണ്, താഴേക്ക് വീണു, അല്ലെ, താഴേക്ക്, അതിൽ നിന്നും താഴേക്ക് വീഴാണ് അല്ലെ, അങ്ങനെ ഒരു മീനിങ് അല്ലെ, മുകളിൽ നിന്നും താഴേക്ക് അല്ലെ. വി ലീവ് ഓഫ് മാൻ സ്ട്രീറ്റ്, എന്തെയാണ്, വി ലീവ് ഓഫ് മാൻ സ്ട്രീറ്റ്, എവിടെയാണ് മക്കളെ, ആ മാൻ സ്ട്രീറ്റിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ലീവ് ഓഫ് ചെയ്തിട്ടുള്ളത് അല്ലെ. then there is a bathroom of the main bedroom, there is a bathroom of the main bedroom, ബാത്റൂമിൽ നിന്നും എന്തുണ്ട്, മെയിൻ ബെഡ്റൂം ഉണ്ട് കേട്ടോ. നോക്കാം,
അടുത്തത് ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പോസിറ്റ് ഓഫ് ഓൺ നോക്കാം. ആ ഒരു മീനിങ് വരുമ്പോ അത് എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും, പക്ഷെ അത് അങ്ങനെ യൂസ് ചെയ്തിട്ടുള്ളതാണ്. നോക്കാം, അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നോക്കാം കേട്ടോ. ഓണിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അത് വരുന്നത്, പക്ഷെ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഓൺ വരുന്ന ഒരു മീനിങ് ഉണ്ട് കേട്ടോ. നോക്കാം, സ്വിച്ച് ഓൺ ദ ലൈറ്റ് എന്താണ്, നോക്കി ഇവിടെ ഓൺ അല്ലേ, സ്വിച്ച് ഓൺ ദ ലൈറ്റ് ഈ ഓണിന് ഓപ്പോസിറ്റ് ആണ് ഉദ്ദേശിച്ചത്, അല്ലാതെ നിങ്ങൾ മുകളിൽ എന്ന് പറയുന്ന ഓൺ ആ ഓൺ എടുക്കരുത്. ഓക്കെ, ഇതെന്താണ്, സ്വിച്ച് ഓൺ ദ ലൈറ്റ്, സ്വിച്ച് ഓൺ ചെയ്യാണ്, സ്വിച്ച് ഓഫ് ദ ലൈറ്റ് എന്താണ്, ലൈറ്റ് ഓഫ് ചെയ്യാം, നേരെ എന്ത് ചെയ്യാണ്, അതിന്റെ ഓപ്പോസിറ്റ് മീനിങ് അല്ലെ. പുട്ട് ഓൺ ദ ഷർട്ട് എന്താണ്, പുട്ട് ഓൺ ദ ഷർട്ട് അല്ലെ, ഷർട്ട് ഇടുക, ദെൻ പുട്ട് ഓഫ് ദ ഷർട്ട് എന്താണ്, ഷർട്ട് ഊരുക. ഇതെന്താണ്, ഫ്രേസ് ആട്ടോ, ഫ്രേസൽ വെർബ്. ഗെറ്റ് ഓൺ ദ ബസ് എന്താണ്, ബസ്സിലോട്ട് കയറുക, ഗെറ്റ് ഓഫ് ദ ബസ് ബസ്സിൽ നിന്നും ഇറങ്ങുക. ഇതെന്താണ്, ഇവിടെ ഈ ഓണിന് ഓപ്പോസിറ്റ് ആണ് ഓഫ്, ഇത് ഫ്രേസൽ വെർബ് ആണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഫ്രേസൽ വെർബുകൾ പഠിപ്പിക്കുന്ന ഒരു ഭാഗത്ത് നമ്മൾ കൂടുതലായിട്ട് പഠിക്കും. അപ്പൊ എന്താണ്, കൂടുതലും ഈ ഓഫ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഈ ഒരു ഇതിലാണ് കൂടുതൽ യൂസ് ചെയ്യുക കേട്ടോ. ഈ ഐ ഫെൽ ഓഫ് ദ ട്രീ, മരത്തിൽ നിന്നും താഴേക്ക്, ടേബിളിൽ നിന്നും ചോക്ക താഴേക്ക് വീണു അല്ലെ, ലാഡറിൽ നിന്നും അവൻ താഴേക്ക് വീണു. ഇങ്ങനെ ഒരു മീനിങ്ങിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് മക്കളെ, ഓഫ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. ദെൻ ടിൽ, ടിൽ അണ്ടിൽ, വരെ എന്നൊരർത്ഥം ഉണ്ട് അല്ലെ. അണ്ടിൽ എന്ന് പറയുന്നത് മറ്റൊരു എന്താണ്, പ്രപ്പോസിഷൻ ആണ്, മറ്റൊരു പ്രപ്പോസിഷൻ ആണ്. എന്നിരുന്നാൽ പോലും അതിന് ടിൽ എന്ന് പറഞ്ഞപ്പോ മീനിങ് കൊടുത്തു. ടിൽ പറഞ്ഞാൽ എന്താ, അത് വരെ എന്നൊക്കെ അല്ലെ, അത് വരെ വരെ എന്നൊക്കെ പറഞ്ഞ അർത്ഥത്തില് ടിൽ, എറ്റ്, അണ്ടിൽ എന്നൊക്കെയുള്ള മീനിങ് ഒക്കെ സെയിം ആണ് അല്ലെ. നോക്കാം, ഐ വാസ് ദർ ടിൽ 2050, 2050 വരെ എന്തുണ്ടായിരുന്നു, ഞാൻ അവിടെ ഉണ്ടായിരുന്നു. 2050 വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ദെൻ ഐ എം ഹിയർ ടിൽ സൺഡേ, സൺഡേ വരെ എന്തുണ്ടാവും, ഞാൻ ഇവിടെ ഉണ്ടാവും. ഓക്കെ, ഹി വാച്ച്ഡ് TV ടിൽ 12 AM, 12 മണി വരെ അവൻ എന്ത് ചെയ്തു, TV കണ്ടു. ഓക്കെ, ദെൻ ഹി വാസ് അറ്റ് ഹോം ടിൽ 5 o'clock, 5 o'clock വരെ അവൻ എന്തുണ്ടാവും, വീട്ടിലുണ്ടാവും. ദ മാർക്കറ്റ് ഈസ് ഓപ്പൺ ടിൽ മിഡ് നൈറ്റ്, മിഡ് നൈറ്റ് വരെ എന്തായിരിക്കും, മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കും അല്ലെ. ഷോപ്പ് ഈസ് ഓപ്പൺ ടിൽ മിഡ് നൈറ്റ് എന്നൊക്കെ പറയില്ലേ, മിഡ് നൈറ്റ് വരെ എന്തുണ്ടാവും മക്കളെ, ഓപ്പൺ ആയിരിക്കും. അപ്പൊ വരെ എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടൊരു മീനിങ് ആണ് അല്ലെ, ഒന്നും അതിൽ നോക്കാനില്ല, അതിനൊരു മീനിങ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ദെൻ ബിഫോർ, ബിഫോർ മീൻസ് എന്താ, ചെറുപ്പം മുതലേ നമ്മൾ പഠിക്കുന്നല്ലേ, ബിഫോർ മുമ്പിൽ, ആഫ്റ്റർ ശേഷം എന്നൊക്കെ, അതന്നെ ബിഫോർ മീൻസ് എന്താണ്, മുൻപിൽ. ഓക്കെ, മുൻപ് എന്നൊരർത്ഥം അല്ലെ, ബിഫോർ എന്നാണ് മുമ്പിൽ. ഓക്കെ, നോക്കാം, വി മെറ്റ് ബിഫോർ, നമ്മൾ ഇതിനു മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഐ ഹേർഡ് ദിസ് ബിഫോർ, ഞാൻ ഇതിനു മുമ്പ് ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഓക്കെ, ദെൻ കം ഹിയർ ബിഫോർ 6 o'clock, 6 o'clockന് മുമ്പ് ഇവിടെ എന്ത് ചെയ്യണം, വരണം. ഡിഡ് യു ലീവ് ഹിയർ ബിഫോർ, നീ ഇതിനു മുമ്പ് ഇവിടെ അല്ലെ, ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കില്ലേ. യു മസ്റ്റ് ഫിനിഷ് ദ വർക്ക് ബിഫോർ 5 o'clock അല്ലെ, നീ 5 o'clockന് മുമ്പായിട്ട് എന്ത് ചെയ്യണം, ആ വർക്ക് ഫിനിഷ് ചെയ്യണം അല്ലെ. മുമ്പ്, മുൻപ് എന്നൊരർത്ഥം അല്ലെ, മുൻപ് എന്നൊരർത്ഥം അല്ലെ മക്കളെ, മുൻപ് അല്ലെ. അടുത്തത് വിച്ച് നമ്പർ കംസ് ബിഫോർ 9, നമ്മളിത് മാത്സ് ഒക്കെ പഠിക്കുമ്പോൾ ഒരുപാട് പഠിച്ചിട്ടില്ലേ, ബിഫോറും ആഫ്റ്ററും ബിറ്റ്വീനും ഒക്കെ അല്ലെ, അത് തന്നെ. വിച്ച് നമ്പർ കംസ് ബിഫോർ 9, വിച്ച് നമ്പർ കംസ് ബിഫോർ 5, വിച്ച് നമ്പർ കംസ് ബിഫോർ 50 അല്ലെ, അതിന് മുമ്പ് ഏതാണ് വരുന്നത് എന്ന് ചോദിക്കുകയാണ് അല്ലെ. അപ്പൊ ബിഫോർ എന്താണ് മക്കളെ, മുൻപ്. ദെൻ ആഫ്റ്റർ, ആഫ്റ്റർ എന്താണ്, ശേഷം. നോക്കാം, we will meet again after lunch എന്താണ്, we will meet again after lunch എന്താണ്, ലഞ്ചിന് ശേഷം. എന്താണ്, ലഞ്ചിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കാണാം അല്ലെ, ലഞ്ചിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, കാണാം. ഓക്കെ, ദെൻ ആഫ്റ്റർ ദ ബ്രേക്ക്, ആഫ്റ്റർ ദ ബ്രേക്ക്, ബ്രേക്കിന് ശേഷം എന്താണ്, ആഫ്റ്റർ ദ ബ്രേക്ക് the class will again start എന്താണ്, ആഫ്റ്റർ ദ ബ്രേക്ക് the class will again start. എന്ത് ചെയ്യാം, ബ്രേക്കിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ക്ലാസ് തുടങ്ങാം. യു മസ്റ്റ് റിട്ടേൺ ആഫ്റ്റർ ദ പാർട്ടി, പാർട്ടിക്ക് ശേഷം നീ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, തിരിച്ചു വരണം. ദെൻ വിച്ച് നമ്പർ കംസ് ആഫ്റ്റർ 8, ഇതും അതുപോലെ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല അല്ലെ, പണ്ട് മാത്സിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിച്ച് നമ്പർ കംസ് ആഫ്റ്റർ 8, വിച്ച് നമ്പർ കംസ് ആഫ്റ്റർ 10 അല്ലെ, അതിനുശേഷം എന്താണ് വരുന്നത് എന്ന്. ഓക്കെ, ദെൻ ഐ വിസിറ്റ് ഹിം ആഫ്റ്റർ വാച്ചിങ് ഫിലിം, ഐ വിസിറ്റ് ഹിം ആഫ്റ്റർ വാച്ചിങ് ഫിലിം, ഫിലിം കണ്ടതിന് ശേഷം എന്ത് ചെയ്യാണ്, ഞാൻ അവനെ വിസിറ്റ് ചെയ്യും. ഓക്കെ,
ഐ വിൽ ടേക്ക് റെസ്റ്റ് ആഫ്റ്റർ ദിസ് ഇവന്റ്. ഇവന്റിന് ശേഷം എന്ത് ചെയ്യണം? നല്ല റെസ്റ്റ് എടുക്കണം അല്ലെ. ആഫ്റ്റർ ദിസ് ഇവന്റ് അല്ലെ, ഐ വിൽ ടേക്ക് റെസ്റ്റ് ആഫ്റ്റർ ദിസ് ഇവന്റ്. ഇവന്റ് തീർന്ന, അല്ലെങ്കിൽ ആ പരിപാടി തീർന്ന, അല്ലെങ്കിൽ എന്ത് പാർട്ടി ആവട്ടെ, എന്തോ ആവട്ടെ, അത് തീർന്നിട്ട് എന്ത് ചെയ്യും? ഒരു റെസ്റ്റ് എടുക്കാനുണ്ട്. ഓക്കെ, അപ്പോ ശേഷം എന്നൊരു മീനിങ്. ദെൻ അണ്ടർ. അണ്ടർ അല്ലെ, അണ്ടർ ആർക്കും അറിയാലത്തെ അല്ലെ. നമ്മൾ ഈ പറഞ്ഞ പോലെ KG ഒക്കെ മുതൽ നമ്മൾ പഠിക്കുന്നതല്ലേ. എന്താണ്? ഓൺ, മുകളിൽ, അണ്ടർ, താഴെ അല്ലെ. ഓണിന്റെ ഓപ്പോസിറ്റ് എന്താണ്? അണ്ടർ. ഓണിന്റെ ഓപ്പോസിറ്റ് എന്താണ്? അണ്ടർ. ഓൺ മുകളിൽ, അണ്ടർ താഴെ അല്ലെ. ദ ക്യാറ്റ് ഈസ് ഓൺ ദ ടേബിൾ, ദ ക്യാറ്റ് ഈസ് അണ്ടർ ദ ടേബിൾ. എന്നൊക്കെ നമ്മൾ പിക്ചർ പഠിച്ചിട്ടില്ലായിരുന്നോ? താഴെ ഒരു പൂച്ച ടേബിളിന്റെ താഴെ ഉണ്ടെങ്കിൽ ദ ക്യാറ്റ് ഈസ് സിറ്റിംഗ് അണ്ടർ ദ ടേബിൾ, ദ ക്യാറ്റ് ഈസ് ഓൺ ദ ടേബിൾ എന്നൊക്കെ പഠിച്ചില്ലായിരുന്നു. അപ്പൊ അണ്ടർ മീൻസ് എന്താണ് മക്കളെ? താഴെ അല്ലെ. അണ്ടർ മീൻസ് എന്താണ്? താഴെ. ഓക്കെ, ദെൻ ദി ക്യാറ്റ് സിറ്റിംഗ് അണ്ടർ ദ ടേബിൾ. ടേബിളിന്റെ താഴെ ആര് ഇരിക്കുന്നുണ്ട് മക്കളെ? ക്യാറ്റ് ഇരിക്കുന്നുണ്ട്. ദ ബുക്ക് ഈസ് അണ്ടർ ദ ടേബിൾ. ബുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ടേബിളിന്റെ താഴെ. മീൻസ് ഇവിടെ നിലത്തല്ല കേട്ടോ, ബുക്ക് ടേബിളിന്റെ താഴെയൊക്കെ വെക്കാറില്ലേ. അപ്പൊ ബുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ടേബിളിന്റെ താഴെ ഉണ്ട്. കിഡ്സ് ആർ പ്ലേയിങ് അണ്ടർ ദ ട്രീ. മരത്തിന്റെ താഴെയാണ് മക്കളെ ആര് കളിക്കുന്നത്? കുട്ടികൾ മരത്തിന്റെ തണലായിരിക്കും. അതുകൊണ്ട് എന്താണ്? മരത്തിന്റെ തണൽ എന്താണോ എന്ത് സംഭവിക്കും? ആ മരത്തിന്റെ താഴെ ആയിരിക്കും അധികം കുട്ടികൾ കളിക്കുക. സോ കിഡ്സ് ആർ പ്ലേയിങ് അണ്ടർ ദ ട്രീ. ക്ലിയർ ആണല്ലോ? അണ്ടർ എന്താണ്? താഴെ അല്ലെ. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരണമെന്നായിരിക്കും നിങ്ങൾ നോക്കുന്നത് അല്ലെ. നോട്ട് അല്ലെ. നോക്കാം. നിയർ. നിയർ മീൻസ് നിയർ അല്ലെ, അടുത്ത്. ജോൺ ലീവ്സ് നിയർ ദ റിവർ. പുഴയുടെ അടുത്താണ് ആര് താമസിക്കുന്നത്? പുഴയുടെ അടുത്താണ് ആര് താമസിക്കുന്നത് മക്കളെ? ജോൺ താമസിക്കുന്നത്. ഐ വാണ്ട് ടു സീറ്റ് നിയർ ടു മൈ ബെസ്റ്റ് ഫ്രണ്ട്. എനിക്ക് എന്ത് വേണം മക്കളെ? എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അടുത്ത് തന്നെ എന്ത് ചെയ്യണം? ഇരിക്കണം. ഓക്കെ, ദെൻ ദർ ഇസ് എ ബിഗ് ട്രീ നിയർ മൈ ഹൗസ്. എന്റെ വീടിന്റെ അടുത്ത് എന്തുണ്ട് മക്കളെ? ഒരു ബിഗ് ട്രീ ഉണ്ട്. നിയർ എന്ന് പറഞ്ഞ അടുത്ത്. ഓക്കെ, നിയർ നമ്മൾ ബിസൈഡിന് അർത്ഥം പഠിച്ചില്ലായിരുന്നു. അടുത്ത്, നിയർ, ആ ഒരു മീനിങ് ആണ് കേട്ടോ. ദെൻ ടുവേർഡ്സ് അല്ലെ. ടുവേർഡ്സ് നേരെ, അതിലേക്ക് എന്നൊക്കെ ഒരു അർത്ഥം ഉണ്ട് കേട്ടോ. ടുവേർഡ്സ് നേരെ, അതിലേക്ക് എന്നൊക്കെ ഒരു അർത്ഥം ഉണ്ട് കേട്ടോ. ദെൻ നോക്കാം. they walked towards the market. മാർക്കറ്റിലേക്ക് അവരെന്ത് ചെയ്യാണ്? നടന്നു പോവുകയാണ് അല്ലെ. അതിലേക്ക് എന്നൊരർത്ഥത്തില്, അതിന് നേരെ അല്ലെങ്കിൽ അതിലേക്ക് എന്നൊക്കെ അല്ലെ. അതിലേക്ക്, അതിലേക്ക് അല്ലെ, അതിലേക്ക്, അതിന് നേരെ അല്ലെ. അങ്ങനെയൊക്കെ ഒരു മീനിങ് വരും കേട്ടോ. അതിനു, അതൊക്കെ സാഹചര്യത്തിന് സെന്റൻസിനനുസരിച്ച് ആ മീനിങ് അങ്ങ് കൂട്ടി പറയാം കേട്ടോ. അതിലേക്ക്, അതിന് നേരെ. ഓക്കെ, ഹി റൺ ടുവേർഡ്സ് ദ എൻഡ് പോയിന്റ്. ആ എൻഡ് പോയിന്റ് അല്ലെ, എൻഡ് പോയിന്റ് ടു. നമ്മള് സ്പോർട്സ് ഒക്കെ നടക്കുമ്പോൾ നിങ്ങൾക്ക് അറിയില്ലേ, ആ എൻഡിങ് പോയിന്റിലേക്ക് എന്ത് ചെയ്യാണ്? അവന് ഓടുകയാണ് കേട്ടോ. ഹി റൺ ടുവേർഡ്സ് ദ എൻഡിങ് പോയിന്റ്. ഓക്കെ, ഹി റൺ ടുവേർഡ്സ് ദ എൻഡ് പോയിന്റ് അല്ലെങ്കിൽ എൻഡിങ് പോയിന്റ്. ദെൻ ദേ വാക്ക്ഡ് ടുവേർഡ്സ് ദ മാർക്കറ്റ്. അവൻ എന്ത് ചെയ്യാണ്? മാർക്കറ്റിലേക്ക് അവൻ എന്ത് ചെയ്യാണ്? നടന്നു പോയിട്ടുണ്ട് അല്ലെ. മാർക്കറ്റിന് നേരെയാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു ടുവേർഡ്സ് എന്ന് പറയുന്ന ഒരു മീനിങ്, അതിലേക്ക് എന്ന് പറയുന്ന ഒരു മീനിങ് ആട്ടോ. മാർക്കറ്റിലേക്ക് എന്ന് പറയുന്ന ഒരു മീനിങ്. ദെൻ സിൻസ്. It denotes some definite point or period of time past till now. നിങ്ങൾക്ക് അറിയാം അല്ലെ, സിൻസും ഫോർ ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പീരീഡ് ഓഫ് ടൈം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ടെൻസുകളിലൊക്കെ അല്ലെ, പ്രസന്റ് ടെൻസിലൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നോക്കാം. വി ഹാവ് ബീൻ ലിവിങ് ഹിയർ സിൻസ് 1985 അല്ലെ. വി ഹാവ് ബീൻ ലിവിങ്, നമ്മളിവിടെ ഞങ്ങളവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്, അവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് എവിടെ ഉണ്ട്? ഹിയർ സിൻസ് 1985 മുതലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അവരവിടെ താമസം തുടങ്ങിയിട്ടുള്ളത് അല്ലെ. വി ഹാവ് ബീൻ അറ്റൻഡിങ് ദ ക്ലാസ് സിൻസ് മോർണിംഗ്. മോർണിംഗ് മുതലാണ് നമ്മൾ മോർണിംഗ് മുതലേ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വി ഹാവ് ബീൻ അറ്റൻഡിങ്, ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു അല്ലെ. എപ്പോ മുതൽ? സിൻസ് മോർണിംഗ് മുതൽ അല്ലെ. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് മക്കളെ? സിൻസും ഫോറൊക്കെ നമ്മൾ എവിടെ യൂസ് ചെയ്തിട്ടുണ്ട്? ടെൻസ് പഠിച്ച ടൈമിൽ വ്യക്തമായിട്ട് യൂസ് ചെയ്യാം. അതിനപ്പുറം ഒരു യൂസ് ഒന്നും ഈ സിൻസിന് വരുന്നില്ല കേട്ടോ. സിൻസ് ഒക്കെ ഒരിക്കലും ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതാനോ അല്ലെങ്കിൽ ഒരു എസ് എഴുതുമ്പോഴോ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് എഴുതുമ്പോഴോ ഒന്നും അധികം ഇതിന്റെ യൂസ് വരുന്നില്ല കേട്ടോ, ഈ സെൻസിനൊന്നും. നോക്കാം. ദെൻ അപ്പ് അല്ലെ, സിമ്പിൾ അല്ലെ. ആപ്പ് ഓപ്പോസിറ്റ് ഡൗൺ അല്ലെ. ആപ്പ് മുകളിൽ, ഡൗൺ താഴെ അല്ലെ. നമ്മൾ പഠിച്ചിട്ടില്ലേ ഇതൊക്കെ? കുഞ്ഞു മക്കളാകുമ്പോൾ നമ്മൾ പഠിക്കുന്ന അല്ലെ. അപ്പ് മുകളിൽ, ഡൗൺ താഴെ അല്ലെ. ഓപ്പോസിറ്റ് വേർഡ്സ് അല്ലേ. നോക്കാം. അപ്പ്. ദ മങ്കീസ് ക്ലൈംബ്ഡ് അപ്പ് ദ ട്രീ. മങ്കീസ് എന്ത് ചെയ്തിട്ടുണ്ട്? ദ മങ്കീസ് ക്ലൈംബ്ഡ് അപ്പ് ദ ട്രീ. മങ്കീസ് എവിടെയാ കയറിയിട്ടുള്ളത് മക്കളെ? അപ്പ്. എന്തിനു മുകളിൽ? എന്തിനു മുകളിൽ? മരത്തിന് മുകളിൽ അല്ലെ. മുകളിൽ, അപ്പ് മുകളിൽ, ഡൗൺ
താഴെ അല്ലെ, കുഞ്ഞു കുട്ടികളായപ്പോ മുതൽ പഠിക്കുന്നതല്ലേ അല്ലെ. ഡൗൺ എന്താണ്? ഐ ഫെൽ ഡൗൺ ഫ്രം ദ സ്റ്റെപ്പ്. എന്താണ്? ഐ ഫെൽ ഡൗൺ ദ സ്റ്റെപ്പ്. എന്തിൽ നിന്നാണ് മക്കളെ വീണിട്ടുള്ളത്? സ്റ്റെപ്പിൽ നിന്നും താഴേക്ക് കേട്ടോ, താഴേക്ക്. ഓക്കെ, വിത്തിൻ അല്ലെ, വിത്തും അറിയാം ഇന്നും അറിയാം. ഇത് രണ്ടും കൂടെ കൂട്ടി ഒന്ന് പറഞ്ഞു നോക്കിയാലോ? വിത്തിൻ നോക്കാം. ഒരു നെസസിറ്റി ഒക്കെ പറയാം അല്ലെ, ഒരു പ്രത്യേക നെസസിറ്റി ഓഫ് ടൈമിന്റെ ഒക്കെ നമ്മൾ പറയാൻ യൂസ് ചെയ്യും. നോക്കാം. ദ ലോൺ വിൽ ബി റീപെയ്ഡ് വിത്തിൻ 2 years. 2 yearsന്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? ആ ലോൺ അങ്ങ് അടച്ചു തീർക്കണം അല്ലെ. 2 yearsന്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? 2 years നെസസിറ്റി പോലെ ഒരു ടൈം പറയാണ് അല്ലെ. ദ ലോൺ വിൽ ബി റീപെയ്ഡ് വിത്തിൻ 2 years. 2 yearsന്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? ലോൺ അടച്ചു തീർത്തിരിക്കണം അല്ലെ. ഓക്കെ, ദെൻ യു മസ്റ്റ് ബി കം ഹിയർ വിത്തിൻ 10 days അല്ലെ. യു മസ്റ്റ് ബി കം ഹിയർ വിത്തിൻ 2 seconds എന്നൊക്കെ നമ്മള് ചിലപ്പോൾ ആളുകളോട് പറയാറില്ലേ, 2 മിനിറ്റിന്റെ ഉള്ളിൽ ഇവിടെ എത്തണം എന്ന് പറയാറില്ലേ. അതൊരു നെസസിറ്റി പോലെ ഓർഡർ ഒക്കെ കൂടി അല്ലെ. വിത്തിൻ 2 സെക്കൻഡിനുള്ളിൽ നീ എന്നെ ഇവിടെ കാണണം എന്നൊക്കെ നമ്മൾ പറയില്ലേ. വിത്തിൻ 10 സെക്കൻഡിനുള്ളിൽ നീ എന്റെ മുമ്പിൽ ഉണ്ടാവണം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ആ വിത്തിൻ തന്നെയാണ് ഇത് കേട്ടോ. എന്താണ്? യു മസ്റ്റ് ബി കം ഹിയർ വിത്തിൻ 10 days. 10 daysന്റെ മുമ്പിൽ നീ എവിടെ എത്തണം? ഇവിടെ എത്തണം. ഓക്കെ, ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ ആണല്ലോ. Then without അല്ലെ. വിത്തൗട്ട് മീൻസ് കൂടാതെ അല്ലെ. വിത്തൗട്ട് മീൻസ് അത് കൂടാതെ എന്നൊക്കെ അല്ലെ, കൂടാതെ. ഓക്കെ, ഐ കാൻറ്റ് ലീവ് വിത്തൗട്ട് ഫുഡ്. ഫുഡ് ഇല്ലാതെ എന്തായാലും നമുക്ക് ഇതെന്തായാലും നമുക്ക് സ്ഥിരമായിട്ട് നമ്മളെ കൊണ്ട് എല്ലാവരെ കൊണ്ടും ദിവസവും വേണമെങ്കിൽ നമുക്കത് പറയാം അല്ലെ. എന്താണ്? ഐ കാൻറ്റ് ലീവ് വിത്തൗട്ട് ഫുഡ്. ഫുഡ് ഇല്ലാതെ നമ്മളെ കൊണ്ട് കഴിയും മക്കളെ, കഴിയൂല അല്ലെ, ജീവിക്കാൻ കഴിയില്ല അല്ലെ. ഐ കാൻറ്റ് ലീവ് വിത്തൗട്ട് ഫുഡ്. ഫുഡ് കൂടാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ജീവിക്കാൻ കഴിയില്ല. ഐ കാൻറ്റ് ലീവ് വിത്തൗട്ട് യു. നീ ഇല്ലാതെ എന്താണ്? എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ഫുഡ് ഇല്ലാതെ മാത്രമല്ല കേട്ടോ, ഐ കാൻറ്റ് ലീവ് വിത്തൗട്ട് യു. നീ ഇല്ലാതെ, നിങ്ങളില്ലാതെ എന്താണ് നമുക്ക് എന്താ ആഘോഷം അല്ലെ. നീ ഇല്ലാതെ എനിക്ക് എന്താണ്? ജീവിക്കാൻ കഴിയില്ല. വിത്തൗട്ട്, നീ കൂടാതെ, നീ ഇല്ലാതെ അല്ലെ. ഓക്കെ, കറക്റ്റ് അല്ലേ. ദെൻ ലൈക്ക് എന്താണ്? പോലെ എന്തിനു മീൻ അല്ലെ. ലൈക്ക് നമ്മുടെ ലൈക്സും ലൈക്കും ഉണ്ടല്ലോ. ലൈക്സ് ഇഷ്ടം, ആ ലൈക്സ് അല്ല അതോട്ടോ, അത് ഇഷ്ടം. ഇത് ലൈക്ക്, പോലെ എന്നൊക്കെ അർത്ഥത്തിൽ എന്താണ്? പോലെ അല്ലെ, പോലെ എന്നൊരർത്ഥത്തിൽ അല്ലെ. മറ്റേ ലൈക്സ് അല്ല കേട്ടോ, ഇഷ്ടം എന്ന് പറയുന്ന ലൈക്സ് അല്ല കേട്ടോ, ഇത് ലൈക്ക് ആണ്. ചൈൽഡ് ലൈക്ക്. ഓക്കെ, ഷി ബിഹേവ്സ് ലൈക്ക് എ ചൈൽഡ്. കുട്ടികളെ പോലെയാണ് അവൾ എന്ത് ചെയ്ത്? ബിഹേവ് ചെയ്ത് അല്ലെ. ഷി ബിഹേവ്സ് ലൈക്ക് എ ചൈൽഡ്. നമ്മൾ പറയല്ലേ, ഹി ബിഹേവ്സ് ലൈക്ക് എ ആനിമൽ. എന്താണ്? ഹി ബിഹേവ്സ് ലൈക്ക് എ ആനിമൽ. അവനൊരു മൃഗത്തിന് പോലെയാണ് ആ ടൈമിൽ പെരുമാറിയത് എന്നൊക്കെ പറയാറില്ലേ. ആ ഒരു ലൈക്കാണ് കേട്ടോ അത്. ഹി ക്രൈഡ് ലൈക്ക് എ ബേബി. എന്ത് ചെയ്തു? അവനൊരു കുട്ടിയെ പോലെ പൊട്ടിക്കരഞ്ഞു. നമ്മൾ പറയാറില്ലേ, ഹി ക്രൈഡ്സ് ലൈക്ക് എ ബേബി. കൺട്രോൾ പോയപ്പോൾ ആ വ്യക്തി എന്ത് ചെയ്തു? ഒരു കുട്ടിയെ പോലെ കരഞ്ഞു. അങ്ങനെ ആ പോലെ എന്ന് പറയാനാണ് കേട്ടോ. ഷി ബിഹേവ്സ് ലൈക്ക് എ ചൈൽഡ്. ഒരു കുട്ടിയെ പോലെ അവൾ എന്ത് ചെയ്തു? പെരുമാറി. ഹി ക്രൈഡ് ലൈക്ക് എ ബേബി. ഒരു ബേബിയെ പോലെ എന്ത് ചെയ്തു? അവൻ കരഞ്ഞു അല്ലെ. ഹി ബിഹേവ്സ് ലൈക്ക് എ ആനിമൽ. ഹി ബിഹേവ്സ് ലൈക്ക് എ ലയൺ. ഒരു മൃഗത്തെ പോലെ, ഒരു സിംഹത്തെ പോലെ അവൻ പെരുമാറി അല്ലെ. ആ പോലെ എന്ന് പറയാനാണ് കേട്ടോ ലൈക്ക്. സോ ഇതൊക്കെ എന്താണ്? ഒറ്റ മീനിങ് അല്ലെ, ഒരൊറ്റ മീനിങ് ഉള്ളൂ അല്ലെ. ആ മീനിങ് മലയാളത്തിൽ, ആ മീനിങ് നമ്മുടെ സ്വന്തം മദർ ടങ്ങിൽ നിങ്ങൾ ഓർത്തു വെച്ചോ. നിങ്ങൾക്ക് സുഖമായിട്ട് സെന്റൻസിൽ എവിടെയും എടുത്ത് യൂസ് ചെയ്യാം. ഓക്കെ, കറക്റ്റ് മലയാളം മീനിങ് ഓർത്തു വെച്ചാൽ തന്നെ എന്ത് ചെയ്യാം? അത് എക്സാമ്പിൾ ഒന്നും ഓർത്തു വെച്ചില്ലെങ്കിൽ കറക്റ്റ് മലയാളം മീനിങ് ഓർത്തു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം? സെന്റൻസുകളിൽ യൂസ് ചെയ്യാൻ കഴിയും. ഓക്കെ, സോ അവർ പ്രപ്പോസിഷൻ ഈസ് ഓവർ അല്ലെ. ഇനി ഉണ്ടാവും കേട്ടോ, 1, 2, 3 ചെറിയ ഒരുപാടുണ്ട് ഈ പ്രപ്പോസിഷൻസ് എന്ന് പറയുന്നത് കേട്ടോ, ഒരുപാടുണ്ട്. പക്ഷെ അത് പല സാഹചര്യങ്ങളും പല ഇതിലൊക്കെ വരുന്നുണ്ടാവും. ഇവിടെ മാത്രമല്ല, പല സാഹചര്യങ്ങളും പല സ്ഥലത്തും വരുന്നുണ്ടാവും. ഏകദേശം മെയിൻ ആയിട്ടുള്ള 3 പ്രപ്പോസിഷൻസ് ഇന്നും, ഓണും, അറ്റുമാണ്. ഇൻ, ഓൺ, ആറ്റ്, ബൈ എന്നൊക്കെ പറയുന്ന പ്രപ്പോസിഷൻസ് ആണ്. അത് നമ്മൾ സെപ്പറേറ്റ് ഓരോ ക്ലാസ്സുകൾ തന്നെ എടുത്തിട്ടുണ്ട്. അതെന്ത് ചെയ്യണം? നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ആ ക്ലാസ്സുകൾ കാണണം. ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾ 1, 2 തവണ കണ്ടാൽ തന്നെ എന്താണ്? നിങ്ങൾക്ക് ക്ലിയർ ആണ്, ഒരു സംശയം ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ കൺഫ്യൂഷൻസ് വരുന്ന ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള പ്രിപ്പോസിഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്ത് കാണാം കേട്ടോ ക്ലാസ്. സോ എന്താണ് മക്കളെ? പ്രിപ്പോസിഷൻ ഈസ് ഓവർ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം? ഓക്കെ, ബൈ, സി യു നെക്സ്റ്റ് ക്ലാസ് വിത്ത് അനദർ ടോപ്പിക്. ഓക്കെ, നമുക്ക് മറ്റൊരു ഗ്രാമർ ടോപ്പിക്കുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു ക്ലാസ്സിൽ കാണാം.